കുവൈറ്റിൽ വാഹനം ഓടിക്കുന്നവർ കാര്യമായി തന്നെ ശ്രദ്ധിച്ചോളൂ. 1976 ശേഷം ആദ്യമായി ട്രാഫിക് നിയമത്തിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. കനത്ത പിഴകളോടും കർശന ശിക്ഷകളോടും പുതിയ നിയമങ്ങൾ ഇന്ന് ചൊവ്വാഴ്ച ഏപ്രിൽ 22 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ലൈസൻസ് എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ 2 തവണ നിയമം ലംഘിച്ചാൽ ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതായിരിക്കും. കാര്യമൽപ്പം സീരിയസ് ആണല്ലേ? അടുത്തത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്കുള്ളതാണ്. അത്തരക്കാർക്ക് 3 മാസം തടവും 150 മുതൽ 300 ദിനാർ വരെ പിഴയും ചുമത്തും. ഇനി അപകടമുണ്ടായിട്ട് അപകട സ്ഥലത്ത് നിന്ന് പിന്മാറിയാലോ? അവരെയും കാത്തിരിക്കുന്നുണ്ട് 3 മാസം തടവും 150 ദിനാർ പിഴയും. തീർന്നില്ല, അപകടകരമായി വാഹനം ഓടിച്ചാൽ 1 വർഷത്തിൽ കൂടുതൽ തടവും 3000 ദിനാർ വരെ പിഴയുമാണ് ചുമത്തുക. ബ്രേക്ക് ഇല്ലെങ്കിലോ ലൈറ്റുകൾ ഉപയോഗിക്കാതെയോ ഒക്കെ വാഹനം ഓടിക്കുമ്പോഴും കനത്ത പിഴയും തടവും ഒക്കെയാണ് ശിക്ഷ. ഇനി റേസിംഗിൽ ക്രേസ് ഉള്ളവരോടാണ്. പൊതു റോഡിൽ അനധികൃതമായി റേസിംഗ് നടത്തിയാൽ പിടിക്കപ്പെട്ടാൽ 150 ദിനാർ വരെ പിഴ ചുമത്തും. കേസ് കോടതിയിലേക്ക് പോയാൽ 3 വർഷം വരെ തടവും 1000 ദിനാർ വരെ പിഴയും അടയ്ക്കണം. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചാൽ 75 ദിനാറാണ് പിഴ. സീറ്റ് ബെൽറ്റ് വെക്കാൻ മടിക്കുകയോ മറക്കുകയോ ചെയ്യരുത്. കേസ് കോടതിയിൽ പോയാൽ 1 മാസം തടവും 100 ദിനാർ പിഴയും അടയ്ക്കേണ്ടി വരും. മറ്റൊരു പ്രധാന കാര്യം പോലീസ് വാഹനങ്ങളെയും ആംബുലൻസിനെയും വഴിമുട്ടിക്കുന്നവർക്കുള്ളതാണ്. കേസ് സോറിയിൽ ഒതുങ്ങില്ല, പിഴയ്ക്ക് പുറമെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി വാഹനം ഓടിക്കുമ്പോൾ ആലോചിച്ച് നിയമം അനുസരിച്ച് ഓടിക്കാവൂ, അല്ലെങ്കിൽ പിഴ കൊടുത്ത് പോക്കറ്റ് കാലിയാകുന്നത് അറിയില്ല.